ഞാൻ തിരികെത്താം. അഡ്വക്കേറ്റ് ടി ബി മിനി, റിപ്പോർട്ട് വരാൻ എടുത്തത് 4.5 വർഷത്തോളം. അതുതന്നെ ഒരുപാട് വിഷയം ഉണ്ടായ ശേഷമാണ് റിപ്പോർട്ട്, ഒരുപാട് ചർച്ചകൾ നടന്ന ശേഷമാണ് പുറത്തോട്ട് വരുന്നത്. പരാതി ഇല്ലാത്തവരെ അടുത്തുനിന്ന് പോലും മൊഴിയെടുത്തു. സുപ്രീം കോടതി പോലും ഇടപെടേണ്ടതായിട്ട് വന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട്. അതായത് അന്വേഷണത്തിന്റെ തലത്തിൽ തന്നെ ഇതൊന്നുമല്ല ശരിക്കും നടക്കുന്നത് എന്നുള്ള സംശയം പല ഭാഗത്തുനിന്നും വരിക. ഇനി ഇതല്ല, ഈ ഒരു ഫൈറ്റ് തുടരുകയാണ്, ഇതിൽ കൂടുതൽ എങ്ങനെയാണ് പ്രതീക്ഷിക്കുക എന്ന് പറയുന്ന ദീദി ദാമോദരനും ഒരു സിനിമാ കോൺക്ലേവ് എന്നെല്ലാം നന്നാട്ടെ, പോയത് കൃത്യമായിട്ടാണല്ലോ എന്ന് പറയുന്ന രാഹുൽ ഈശ്വരൊക്കെ ഉണ്ട്. രണ്ട് തലത്തിലാണ് നിൽക്കുന്നത്. ശരിക്കും എവിടെയാണ് പാളിയിരിക്കുന്നത്? ഇത് പോയത് കൃത്യമായിട്ടുള്ള ട്രാക്കിൽ തന്നെയാണോ, അതോ ആരെങ്കിലും ഈ ട്രാക്ക് മനഃപൂർവ്വം തടഞ്ഞതാണ്? ഇതിലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേട്ടങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം 4.5 വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും വലിയ ഒരു മാധ്യമ ഇടപെടലിനെ തുടർന്നാണല്ലോ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നത്. അതിനുശേഷം ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പോൾ സിദ്ദിഖ്, ഇടവേള ബാബു, മുകേഷ്, ബാലേന്ദ്ര മേനോൻ, ജയസൂര്യ, അങ്ങനെ പല പ്രമുഖ വ്യക്തികൾക്കെതിരായിട്ടുള്ള വിഷയത്തിൽ കേസ് എടുക്കുകയും ആ കേസ് രജിസ്റ്റർ FIR ഇടുകയും അതിൻ്റെ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. പിന്നെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പലതരത്തിലുള്ള സ്വാധീനങ്ങളും ത്രട്ടണിങ്ങും ഇപ്പോൾ സിനിമയിലില്ലാതെ സിനിമയിൽ നിന്ന് പുറത്തു നിൽക്കുന്ന ചിലപ്പോൾ കുടുംബസ്ഥയായിട്ട് നിൽക്കുന്ന ആളുകളൊക്കെ അന്നിങ്ങനെ തന്നെ വിഷയങ്ങളുണ്ടായി എന്ന് പറയുകയും അതേസമയം കോടതികളുടെ നടപടികളിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങളും കുടുംബപരമായി അവർക്കും ഉണ്ടാകാവുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങൾ സ്ത്രീകൾക്കുണ്ട്. അതിന്ന് ഈ സിനിമയുടെ കാര്യത്തിൽ മാത്രമല്ല, സെക്ഷൽ അബ്യൂസിന് വിധേയരാകുന്ന ബഹുഭൂരിപക്ഷം വരുന്ന സ്ത്രീകളും കുട്ടികളും ഇത് പുറത്തു പറയാതിരിക്കുന്നതിൻ്റെ ഒരു കാരണം കോടതികൾ കയറി ഈ വാദികളായിട്ടുള്ള ആളുകളും വിക്ടിംസ് ആയിട്ടുള്ള ആളുകളും കയറി നടക്കുക, അത് ഇവരുടെ സമൂഹത്തിൽ ഇവർക്കെതിരായിട്ടുണ്ടാകുന്ന വലിയ രീതിയിലുള്ള അപമാനങ്ങൾ, ഈ സെക്ഷൽ ഹരാസ്മെൻറ്റിന് വിധേയരായി അല്ലെങ്കിൽ വിധേയരാക്കിയവരെ ശിക്ഷിച്ചാൽ പോലും ഇപ്പോൾ രാഹുൽ ഈശ്വരനെ പോലുള്ള ആളുകൾ ഇപ്പോൾ പറയുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അവരൊക്കെ പ്രതികളെ മഹത്വവൽക്കരിക്കുകയും ഈ സ്ത്രീകൾ വീണ്ടും വീണ്ടും അപമാനിതരായി പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം, അല്ലെങ്കിൽ എക്സ്റ്റേണലായിട്ടുള്ള പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ, അല്ലെങ്കിൽ മറ്റു പല വാഗ്ദാനങ്ങൾ, ഇത്തരം കാര്യങ്ങൾക്ക് അടിപ്പെട്ടുകൊണ്ട് തന്നെ ആയിരിക്കും ഈ സ്ത്രീകൾ ഇപ്പോൾ പരാതിയില്ല എന്ന് പറയാനായിട്ടുള്ള ഒരു കാരണം. ഇതിന് നമ്മൾ വലിയ എല്ലാ മരവും പോയി ഇനിയൊന്നും രക്ഷയില്ല എന്ന് കാണേണ്ട കാര്യമില്ല. ഇതിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് രാഹുൽ ഈശ്വർ കുറേ നാളായിട്ട് LDF അല്ല, പക്ഷേ LDF സർക്കാർ വളരെ നല്ല രീതിയിലാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് പറയുന്നു. എനിക്ക് പറയാനുള്ളത്, ഞാൻ LDF ആണ്, പക്ഷേ ഇടതുപക്ഷ സർക്കാർ ഇപ്പോൾ ഈ കേസ് ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട കേസ് നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ വെക്കേഷന് മുന്നേ തന്നെ, ഒരു 6 മാസം മുന്നേ തന്നെ എന്തുകൊണ്ട് കോൺക്ലേവ് പ്രഖ്യാപിച്ചിട്ട് എന്തുകൊണ്ട് ഒരു പോളിസിയുടെ ഡ്രാഫ്റ്റ് തരാനായിട്ട് കോടതി എത്ര പ്രാവശ്യമാണ് ഈ കേസ് പോസ്റ്റ് ചെയ്തതെന്നറിയാമോ? ഇതെങ്ങനെയെങ്കിലും ഇപ്പോൾ ഈ പരാതികൾ അതിൻ്റെ വഴിക്ക് പോവുകയും പരാതികളില്ല എന്ന് പറഞ്ഞ് അത് ക്ലോസ് ചെയ്യുകയും ചെയ്യണം. അത് നിയമപരമായിട്ട് അത് അങ്ങനെ ചെയ്യാൻ കഴിയും ഒരു വ്യക്തിക്ക് അതില്ലെങ്കിൽ. പക്ഷെ നമ്മളുടെ പ്രധാന ലക്ഷ്യം ഈ പറഞ്ഞ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ്, ഇനി ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്നതാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് സർക്കാരിനെ സംബന്ധിച്ച് അന്ന് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് ഇപ്പോൾ നിയമം വരും, അല്ലെങ്കിൽ ഇപ്പോൾ വ്യവസ്ഥ വരും, അല്ലെങ്കിൽ ഇപ്പോൾ പോളിസി വരും എന്ന് പ്രഖ്യാപിച്ചെങ്കിലും ഇതുവരെയായിട്ടും ഒരു പോളിസിയുടെ കരട് പോലും ഉണ്ടാക്കാനായിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ആ കേസിൽ ഒരു അമിക്കസ് ക്യൂറിയെ വെച്ചു. ആ അമിക്കസ് ക്യൂറി നല്ല റെക്കമെൻഡേഷൻസ് കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കാൻ സർക്കാർ തയ്യാറാകാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസകരമായിട്ടുള്ളൊരു അവസ്ഥയുണ്ട്. ഇതിനെ ഗൗരവമായി കാണേണ്ട ഒരു സർക്കാർ അത് ആ വിഷയത്തെ ഇപ്പം നമ്മളൊരു 10 വർഷം മുന്നേ 20 വർഷം മുന്നേ ഒരാൾക്കുണ്ടായി എന്ന് പറയുന്ന അതേ പ്രയാസങ്ങൾ അതേ സ്ത്രീകൾക്ക് ഇത്രയും ചർച്ച നടന്നിട്ടും ഈ സമൂഹത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അതേ അവസ്ഥകളുടെ സ്റ്റാറ്റസ് കോയിലൂടെ കടന്നു പോകേണ്ട ഒരവസ്ഥ ഈ സിനിമയിലെ സ്ത്രീകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതാണ്.
അവിടെയാണ് നിരുത്തരവാദിത്വം എന്ന് പറയുന്നത്. ഇതൊക്കെ ഇങ്ങനെ നടക്കും അല്ല, എന്ന് ശ്രീമതി പറയുന്നത്. ടി. പി. കാരണം മിനി നമുക്ക് നേരത്തെ ഇതിനൊന്നും ദീദി സൗകര്യമില്ല, ദാമോദരനൊക്കെ പറഞ്ഞതുപോലെ സമയവുമില്ല. ഇതൊക്കെ ഒരു വലിയ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ടി. പി. മിനി നേരത്തെ ദീദി ദാമോദരൻ പറഞ്ഞ പോലെ അത് രാഹുലും പറയുകയുണ്ടായി, ഈ ഒരു ഫിയർ ഫാക്ടർ ഒക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്, അതൊരു കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ടാകും എന്ന്. ഇവർ രണ്ടുപേരും രണ്ട് തലത്തിൽ നിന്നാണ് ഇത് പറയുന്നത് എനിക്കറിയാം. എങ്കിൽ ആ പറയുന്ന പോയിന്റ് അങ്ങനെ ഒരു ഫിയർ ഫാക്ടർ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഇങ്ങനത്തെ കാര്യങ്ങൾ കഴിഞ്ഞത് കഴിയട്ടെ. അത് എല്ലാ ഫീൽഡിലും അങ്ങനെയാണല്ലോ, എല്ലാ സ്ഥലത്തിലും വന്നാലും അല്ല ഞാൻ പറഞ്ഞതല്ല, ഒരു ഫിയർ ഫാക്ട് ഉണ്ടായാലും ഒരു കോഡ് ഓഫ് കോണ്ടാക്റ്റിന്ന് ഇവർ വാക്കാല് പറഞ്ഞാലും അതൊന്നും തന്നെ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമല്ല. ഞാൻ ആദ്യം മുതൽ നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ്, നിയമനിർമ്മാണം ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ഇങ്ങനെയാണ് പോക്കെങ്കിൽ ആ നിയമനിർമ്മാണം നടക്കില്ല. എല്ലാവരും ഇപ്പോൾ സെക്ഷൽ ഹരാസ്മെൻറ്റായിട്ട് ബന്ധപ്പെട്ട് 5-6 പേര് ഇതിൻ്റെ കുഴപ്പത്തിലായി. ബാക്കിയുള്ളവരൊക്കെ പല രീതിയിൽ സ്വാധീനം ചെലുത്തി ഇവരെ മാറ്റി. അതുകൊണ്ട് മാത്രം ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരവും ആവുന്നില്ല. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് നിങ്ങളെല്ലാവരും ചോദിച്ചൊരു ചോദ്യമല്ലേ, ഈ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ആ ഫീൽഡിൽ ഉണ്ടായിട്ടില്ലാത്തതോ ആയിട്ടുള്ള ഒരു ആളെ സംബന്ധിച്ച്, കാസ്റ്റിംഗ് വന്നിരുന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചാണെങ്കിലും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത്തരം പരാതികളായിട്ട് ഫിയർലെസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാവുക എന്ന് പറയുന്ന, അത് വ്യക്തികളുടെ പ്രൊട്ടക്ഷൻ അല്ല, അത് നിയമത്തിന്റെ പ്രൊട്ടക്ഷൻ അവർക്ക് ഉണ്ടാവുക എന്ന് പറയുന്നതാണ്. സ്പെസിഫിക് ആയിട്ട് ചോദിക്കുന്നത്, ഇത്രയും കേസുകൾ മൊഴി നൽകാൻ ആരും വന്നില്ല, അത് അവസാനിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇനി പരാതിയുമായിട്ട് വരാൻ ഈ പുതിയ കുട്ടികൾ അടക്കം ഭയക്കുമോ, മടിക്കുമോ, അങ്ങനെ തോന്നുന്നുണ്ടോ? അതുണ്ടാവുകയില്ല എന്ന് പറയുന്നവരുടെ ഒരു അതാണ് ഞാൻ അതല്ലേ അപർണ പറയുന്നത്. അതാണ് ഇതിലിപ്പോൾ 5-6 കേസ് എടുത്തു. അത് ചെറിയ ആളുകൾക്കെതിരായിട്ടൊന്നും അല്ല, അത് നിങ്ങളടക്കമുള്ള ആളുകൾ സൊസൈറ്റിയിൽ ഉണ്ടാക്കിയ വലിയ തരത്തിലുള്ള ഒരു ഇമ്പാക്റ്റുമായി ബന്ധപ്പെട്ടുണ്ട്. ആ കുട്ടികൾക്ക് ചില ആളുകൾ 14 വർഷം കഴിഞ്ഞിട്ട് 14 വർഷമൊക്കെ മെൻ്റലി ഭയങ്കരമായിട്ടുള്ള ട്രോമയ്ക്ക് വിധേയമായിട്ട് എങ്ങനെയെങ്കിലും ഇതൊന്ന് പറഞ്ഞ് തീർത്താൽ മതി എന്ന് കരുതി പറഞ്ഞ ആളുകളുണ്ട്. അപ്പോൾ ആ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടായത് അന്നുണ്ടായ ഒരു അന്തരീക്ഷം കൊണ്ടാണ്. ആ പ്രൊട്ടക്ഷൻ ദീർഘകാലത്തേക്ക് നിങ്ങൾക്ക് ആർക്കും കഴിയില്ല, കാരണം നിങ്ങൾ ഒരു മീഡിയയാണ്. പക്ഷേ അത് കഴിയുന്നത് നിയമ സംവിധാനം വരുമ്പോൾ മാത്രമാണ്. ആ സംവിധാനം കൊണ്ടുവരുന്നതിന് വേണ്ടി ഹൈക്കോടതിയിൽ നിന്ന് എത്ര പ്രാവശ്യം, അതായത് വളരെ സിൻസിയറായി ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്ന 2 ജഡ്ജിമാർ, ഒരാൾ റിട്ടയർ ചെയ്ത് പോകുന്ന അവസ്ഥ പോലും ഉണ്ടാകുന്ന രീതിയിലേക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അലംഭാവം ഉണ്ടായി എന്നാണ് എൻ്റെ പോയിന്റ്. കാരണം ഇതൊക്കെ ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കാൻ ഒരു സർക്കാരിനെ സംബന്ധിച്ച് അതിന് അത്രയധികം സംവിധാനങ്ങളുണ്ട്. ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കാൻ ഒരു പ്രയാസവുമില്ല. കോടതി തന്നെ അമിക്കസ് ക്യൂറിനെ വെച്ചു, ഞങ്ങളോടൊക്കെ നിർദ്ദേശങ്ങൾ വെക്കാനും പറഞ്ഞു. അപ്പം ഞങ്ങളെല്ലാവരും പറഞ്ഞത് സർക്കാരിൻ്റെ ഒരു ഡ്രാഫ്റ്റ് വന്നാൽ ഞങ്ങൾക്കും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അമിക്കസ് ക്യൂറി കുറേ കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള മുന്നോട്ട് പോക്കും ഉണ്ടായിട്ടില്ല. സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള വീഴ്ച 4.5 വർഷം അടക്കം അതിനുശേഷം എത്ര വാർത്തകൾക്കും ചർച്ചകൾക്കും ശേഷമാണ് റിപ്പോർട്ട് പുറത്തു വന്നത് എന്ന് നമുക്കറിയാം. വളരെ പെട്ടെന്ന് തിരികെ എത്താം. ശ്രീ ജോസ് തോമസിലേക്ക് ഒരു ചെറിയ ഇടവേള ഈ ടൈം ബാൻഡിനിടയിൽ അത്യാവശ്യമായത്.